ഞാൻ എന്താ കാണിക്ക? എനിക്ക് കരച്ചിൽ വന്ന പിന്നെ കരയുണ്ട്. നീ കരച്ചിലൊക്കെ എടുത്തിങ്ങനെ നോക്കി കരയല്ലേടേ. ഉറപ്പായിട്ട് ഇത്തവണ നാട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോ നിന്നെയും കൊണ്ടേ വരത്തുള്ളൂ. അപ്പാണോ? അടച്ചോനാണ്. അതെ, ഞാൻ 2 ദിവസം വീട്ടിൽ പോയി. ചലോ, അത് വേണ്ട സൈൻ. ഉമ്മച്ചിക്ക് അത് ഇഷ്ടാവത്തില്ല. നീ കഴിഞ്ഞ മാസം തന്നെ 2 ദിവസം പോയി നിന്നത് ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ജയിലോ? ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യമല്ലേ ചോദിച്ചത്. നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക സൈനു. നിങ്ങളെന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെ? നിങ്ങളാണ് ഇവിടെ ഇല്ലതാനു, എന്നിട്ട് ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ നിക്കുക. തുടങ്ങി. എടി, ജോലി കഴിഞ്ഞ് നിന്റെ അടുത്ത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനാണ് ഒന്ന് വിളിക്കുന്നത്. ഒന്നാമത് എനിക്ക് വർക്ക് പ്രഷർ കൊണ്ടുവരാൻ, അതിന്റെ ഇടയിൽ കൂടെ നീയും കൂടെ എനിക്ക് പ്രഷർ തരല്ലേ. എപ്പ വിളിച്ചാലും കരച്ചിലും പിടിച്ചിരും. സൈനു, നീ സൈനു, ആ നീ ഇവിടെ ഇരിക്കുക. ആരെ ഫോണില്? അവനാണോ? 24 മണിക്കൂർ എന്ത് വിളിക്കാനാടാ? അല്ല, അതിന് മാത്രം എന്ത് സംസാരിക്കാനിരിക്കുന്നു ഇവിടെ? ഡാ, ഇങ്ങനെ എപ്പോഴും ഫോൺ കൊണ്ടിരുന്നാലേ ശരിയാവത്തൊന്നുമില്ല. ഞാൻ പിന്നെ വിളിക്കാം. ശരി. എപ്പോഴും ഒരു ഫോൺ വിളിയാ. വാ, കുറച്ച് പണിയുണ്ട്. അല്ല, ഈ ജനലൊക്കെ എന്തിനെങ്ങനെ തുറന്നിട്ടിരിക്കുന്നേ? അത് കാറ്റ് കയറാനോ? അല്ലെങ്കിലേ അവനിവിടെ ഇല്ലാത്തതാ. ഇങ്ങനെ ജനലൊക്കെ തുറന്നിട്ടാലേ പല്ലവന്മാർക്കൊന്ന് എത്തി നോക്കാൻ തോന്നും. ഞാൻ അടിച്ചിടാം. ഞാൻ 2 ദിവസം വീട്ടിൽ പോയിരുന്നോട്ടെ. കഴിഞ്ഞ മാസമല്ലേ നീ അവിടെ പോയിട്ട് വന്നത്? എടി കൊച്ചേ, കെട്ടിച്ച് വിട്ട പെണ്ണെ എപ്പോഴെപ്പോഴും വീട്ടിലേക്ക് പോയാൽ ഒരു വില കിട്ടത്തില്ല. അല്ലെങ്കിലേ അവനിവിടെ ഇല്ലാത്തതാ. നീ ഏത് നേരം അങ്ങോട്ട് ഓടിച്ചെന്നാ നാട്ടുകാരും വീട്ടുകാരും വിചാരിക്കും ഞാൻ നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ഇവിടെ അങ്ങനെ ചടഞ്ഞിരുന്നാലേ ശരിയാവത്തില്ല. നീ വാ. അവിടുത്തെ പണിക്ക് ഒതുക്കിയിട്ട് ഉമ്മ ഞാൻ അവിടെ വന്നിരിക്കുന്നേ. എടി, അടുക്കളയിൽ ഇങ്ങനെ തോണ്ടും മാതം നിന്നാലേ പണിയാവത്തില്ല. നീ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരുത്തൻ ചോര നീരാക്കി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശാ ഈ വീട്. അതിങ്ങനെ അലങ്കോലാക്കിയിട്ട് ഇരിക്കാനേ ഞാൻ സമ്മതിക്കില്ല. വാ. രാവിലെ ഒന്ന് തുടച്ചതാ, ഒന്നുകൂടി തുടയ്ക്കാം. എടി, നീ നോക്കടി നിലത്തിന്റെ ഒക്കെ കോലം. വാ. നീ ബാംഗ്ലൂർ ആണോ? നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണ്? ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു ഇന്റേൺഷിപ്പ് 6 മാസം. അതിവിടെ അടുത്തൊരു ഓഫീസില്. അത് ശരി. അപ്പൊ നീ ഇനിയിപ്പോ ഇവിടെ കാണുവോ? ഇവിടെ നല്ല കാര്യമായി. മാമി നിൽക്കുന്നിടത്ത് എന്റെ പട്ടി നിൽക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നൊരു വീട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊക്കെ മാറും. എങ്ങനെ? അല്ല, മാമി അവിടെ അകത്തുണ്ട്. തൽക്കാലം മാമി എന്ന വൻമരത്തോട് വീടിന്റെ കാര്യം പറയണ്ട. അതിപ്പോ മാമി അറിഞ്ഞ എന്തായാലും പറയൂ. നീ ഇതിനെ പുറത്ത് വീട് എടുക്കണ ഇവിടെ താമസിച്ചാ പോലും. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിക്കോളാം. എന്തായാലും വീട് കിട്ടാൻ ഒരു 1 വീക്ക് താമസം കൊടുക്കും. അതിനുള്ളിൽ ഞാൻ പറഞ്ഞ് ഡീൽ ആക്കിക്കോളാം. എന്താ? അല്ല, നിസാർക്ക് അവിടെ ഇല്ലേ? സുഖമായിട്ടിരിക്കുന്ന പുള്ളി അവിടെ തന്നെ. സുഖം തന്നെ. ബാ. മാമി. ആ ഷാനു, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? റഹീം പറഞ്ഞായിരുന്നു നീ വരുമെന്ന്. അത് ശരി, ഞാൻ എത്തിയില്ല. അതിന് മുന്നേ ഞങ്ങളെ പെങ്ങൾക്ക് ന്യൂസ് എത്തിക്കാതെ പിന്നെ എന്റെ കൂടെ പുറപ്പല്ലേ അവൻ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഇരിപ്പുണ്ടാ? മാമി സ്പെഷ്യൽ വല്ലതും? ഓ, മാമി സ്പെഷ്യൽ ഒന്നല്ലടാ, ഇത് ഇവളുണ്ടാക്കിയതാ. ഡീ, എന്റെ കൊച്ചിനെ കഴിക്കാൻ വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒരു ചായ പോലും നല്ല രീതിയിൽ ഇടാൻ അറിയില്ല. കഷ്ടം. എന്തുണ്ടാക്കിയാലും ഒരു ചവറ് പോലെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത്. ആഹാ, എന്നാ ഇന്ന് കാക്ക മലർന്ന് പറക്കും. ഡീ, നീ എന്ത് നോക്കിക്ക്, അവനൊരു ചായ ഇട്ട് കൊടുക്കും. ആ, എനിക്ക് മാമി ചായ ഇട്ടാ മതി. മാമിയുടെ സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വരെ വന്നത്. കേട്ടോ സന്നിധ, പണ്ട് ഞാൻ ഈ ചായ ഒന്നും കുടിക്കത്തില്ലായിരുന്നു. ഒരു സ്കൂൾ വെക്കേഷൻ സമയത്ത് മാമിയുടെ അടുത്ത് വന്നൊരു ചായ കുടിച്ചു. അതിന് ശേഷം ഞാൻ ഒരു കട്ട ചായ അടിക്കാൻ അല്ലേ മാമി? അല്ലെങ്കിൽ എല്ലാരും പറയണ എന്റെ കൈ കൊണ്ട് പച്ച വെള്ളം കൊടുത്താലും ഭയങ്കര രുചിയാണ്. എനിക്ക് എന്റെ മൂത്തുമ്മാന്റെ കൈപ്പുണ്യാ കിട്ടിയിരിക്കുന്നെ. വൈകുന്നേരം എപ്പോഴാ വരിക? ഞാനൊരു 6-6:30 ആവും. തോറ്റി അത് പിന്നല്ലേ. ഇതില് വാങ്ങണോ? ആ, ഒരു ക്രീം ബണ്ണ് വാങ്ങിക്കോ. ക്രീം പണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇത് ചെലവൊന്നുമില്ലല്ലോ, വാങ്ങിച്ചു കഴി. അതല്ലടാ, എനിക്ക് ഇഷ്ടമുള്ള കുമ്മനോട് വാങ്ങി തരാൻ പറയാൻ പറ്റൂല, ഉമ്മക്ക് ചൂടാവും. പിന്നെ ഇക്കും ഇല്ലല്ലോ. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കില്ല. ഉമ്മക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നതും ഇഷ്ടമല്ല, എന്നെ വീട്ടിൽ പോകില്ല. അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞെന്ന് കുറച്ച് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സമ്മതിക്കൂലേ അവര്? അതൊക്കെ പറ, ഉമ്മക്ക് വെക്കും. ഇത് ശരി, ഞാൻ വാങ്ങാം. അപ്പൊ ഞാൻ മേടിച്ചോണ്ട് വന്ന അത് വലിയ പ്രശ്നം ഉണ്ടാക്കുവോ? അതിന് സാധ്യത ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യും, വാങ്ങിച്ചിട്ട് എൻ്റെ കൈക്കൊണ്ട് തന്നാൽ മതി, ഞാൻ റൂമിൽ കൊണ്ടുവച്ച് കഴിച്ചോളൂ. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പോലും പേടിക്കുന്നു. അല്ല, ഇങ്ങനെ തന്നെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ? അങ്ങനല്ല, പിന്നെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാനൊന്നും ചോദിക്കണൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. വല്ലാത്തൊരു ജീവിതം തന്നെ എൻ്റെ പൊന്നെ. ഇതാണ് പറയുന്നത് കല്യാണം കഴിക്കരുതെന്ന് ആരും. ഞാൻ പോണ, എനിക്ക് സമയമില്ല. മറ്റേ ക്രീം ബൺ ഈവനിങ് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ. തിരക്കില്ല? അതെ, എനിക്ക് കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് വാങ്ങിക്കണേന്ന്. അല്ല ഇക്ക, 1 മിനിറ്റ്. ഇക്ക വെക്കല്ലോ, 1 മിനിറ്റ്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്. നീ ആ ചെറുക്കനെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേടി? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അവനങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. എനിക്ക് തൊണ്ടയ്ക്ക് വല്ലാത്തതുപോലെ. നീ കുറച്ച് വെള്ളം ചൂടാക്കിത്താ. ഉമ്മ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. എന്തിനാ കാശ്? അത് പിന്നെ എൻ്റെ ബ്രാൻഡ് സ്ട്രാപ്പൊക്കെ പൊട്ടിയിട്ടിരിക്കുക, അപ്പൊ ഞാൻ അതൊക്കെ തുന്നിയിട്ടാ ഇടുന്നത്. അപ്പൊ വാങ്ങിക്കാൻ വേണ്ടി. തുന്നി തയ്ച്ചിടാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലെങ്കിലും അടിയിലിടുന്നത് തുന്നിയാലും കീറിയാലും ആര് കാണാനാടി? നിനക്കൊക്കെ തരം മാറിയിടാനുള്ളത് കൊണ്ടാ ഒന്ന് തുന്നൽ വിട്ടാ മറ്റൊന്ന് വാങ്ങുന്നത്. ഞങ്ങൾക്കൊക്കെ 2 എണ്ണം കാണും. അത് തുന്നി ആകെ ഒരു പരുവാകുമ്പോഴേ അടുത്തതിനെ കുറിച്ച് ആലോചിക്കും. ആ, നീയായിരുന്നോ? ആ, ഞാൻ ഇത്തിരി പഞ്ചസാര വാങ്ങിക്കാൻ വന്നതാ. മോളെന്തേ സൈനു? ഇവിടെ ഉണ്ട്. മോളെ, സൈനു സുഖമാണോ? ആ, സുഖാണ് ചേച്ചി. കേട്ടോ ഗിരിജേ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കാശ് ചെലവാക്കുന്നതിന് ഒരു ഗണ്യവും ഇല്ല. എന്റെ മോൻ അവിടെ കഷ്ടപ്പെടുണ്ടാക്കുന്നതേ ഇവക്ക് ഇവിടെ ദൂർത്തടിച്ച് കളയണം. ആ പറഞ്ഞതേ അവൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. പോണ പോക്കുണ്ടില്ലേ? അവളുടെ വിളച്ചിലേ എന്റെ അടുത്ത് നടക്കത്തില്ല. നിസാർ ആരുടെ പേരില കാശ് അയക്കുന്നത്? എന്റെ അക്കൗണ്ടിലോട്ട് അവൻ കാശൊക്കെ അയക്കുന്നേ. അത് നന്നായി. അന്ന് കയറിയ ഉടനെ കാശ് വന്നു തുടങ്ങിയാലേ അവള് ഭരണം തുടങ്ങും. അപ്പം മുതല് ഞാൻ ജീവനോടിരിക്കുമ്പോ അവന്റെ കാശ് എന്റെ അക്കൗണ്ടിൽ തന്നെ വരും. അത് മതി. ഇന്ന് രാവിലെ ഇവിടുന്ന് ആരും ഇറങ്ങിപ്പോകുന്ന കണ്ടല്ലോ. ആരാ അത്? അയ്യോ, അവനെ ഗിരിജയ്ക്ക് അറിയില്ലേ? എന്റെ ആങ്ങള് റഹീമിന്റെ മോനാ ഷാനു. ഷാനു ആണോ അത്? ഓ, അവനങ്ങ് വളർന്ന് വലിയ ചെക്കനായല്ലോ. ഇവിടെ അടുത്തൊരു ഓഫീസിൽ അവൻ ജോലിക്ക് കയറിയിരിക്കുന്നെ. അപ്പൊ ഇനി മുതൽ അവൻ ഇവിടെയാണോ നിൽക്കുന്നത്? അതല്ലേ നല്ലത്. നല്ലതൊക്കെ തന്നെ. വെടിമരുന്നും തീപ്പെട്ടി ഒരുമിച്ച് വെക്കണോ? നീ എന്താ ഗിരിജ ഉദ്ദേശിച്ചേ? എടി, ഇത് വല്ലാത്തൊരു കാലമാണ്. സൈനുവാണ് കെട്ടും പോലും ഇല്ലാതെ അവിടെ നിൽക്കുന്നു. ഷാനു വളർന്ന് ഒത്തൊരാണായി. നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടാവണം. വല്ലതും പറ്റിപ്പോയാ പറഞ്ഞിട്ട് കാര്യമില്ല, നാണക്കേട് വേറെ. നീ പറഞ്ഞത് ശരിയാടി.
ഞാൻ അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചില്ല. ഷാന് നമ്മുടെ കൊച്ചനാ, അവനങ്ങനെ ഒരു വൃത്തികേടൊന്നും പോകത്തുമില്ല. പക്ഷെ അവളുടെ കാര്യം എനിക്ക് പേടി. അവക്കല്ലേലും ഇളക്കത്തിരി കൂടുതലാ. മാമി, ആ നീ വന്നോ? എന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? എന്റെ വൈബിന് പറ്റിയ ഓഫീസ്. എടാ എന്റെ ഓഫീസിൽ എനിക്കും കൂടെ ജോലി കിട്ടാടാ. +2 തോറ്റ സൈനത്താത്തക്കേ അവിടെ ഒരു ഓഫീസറിന്റെ ഒരു ഒഴിവുണ്ട്, തരട്ടെ? അത് കൊള്ളാം. പഠിക്കാൻ വിട്ടപ്പോഴേ പഠിക്കണമായിരുന്നു. എന്നാ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ്ടായിരുന്നല്ലേ? ആഹാ, അപ്പൊ നീ വന്ന് കയറി ഉടനെ ഇവളുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നിന്നോട് അങ്ങ് വിളമ്പി. നീ ആള് കൊള്ളാലോടി. സൈനത്താന്നും പറഞ്ഞ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ. ആ അത് മതി. നീ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ. ചെല്ല്, പോ. നീ നിന്റെ കൂടുതലുള്ള കളിയും ചിരിയും കൊഞ്ചലൊന്നും ഇവിടെ വേണ്ട. ഭർത്താവ് അടുത്തില്ലാത്ത പെണ്ണാ നീ. പേരുദോഷം കേൾപ്പിക്കാതെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ എൻ്റെ മോന് വേറെ പെണ്ണിനെ കിട്ടാൻ ഒരു പാടുമില്ല. എന്തിനോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്യാതിരുന്നാ നിനക്ക് കൊള്ളാം. അവൻ വന്നപ്പോ മുതലുള്ള നിന്റെ ഇളക്കവും കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമായോടി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാന്ന്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചോന് ഇങ്ങനെ ഉമ്മ വൃത്തിയായിട്ട് പറയുന്നത്? സൈനത്താ, എന്താന്നോ ക്രീം ബണ്ണ് വേണോന്ന് പറഞ്ഞിട്ട്? പിന്നെ എന്റെ ഇത്ത പറഞ്ഞിട്ട് ഞാൻ വാങ്ങാതിരിക്കും. ഇതിന് ബാഗ് ഇരുന്നാലേ ഉറുമ്പരിക്കും. ആ കിളവ് കാണാതെ എത്ര പാടുപെട്ടാന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നത്. ഞാൻ കഴിച്ചോളാം. എന്താ ഇവിടെ? ഒന്നുമില്ല അമ്മി. ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഇവളോടാ. അത് പിന്നെ അത് ശരി. അപ്പൊ 2 ദിവസമായിട്ട് ഞാൻ അറിയാതെ ഇവിടെ ഇത്രയൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലേ? മാമി എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്തിന്റെ സൂഖകാര്യം? കുടുംബത്തിൽ പറഞ്ഞ ആമ്പിള്ളേരെ കയ്യും കലാശവും കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മാമി എന്തോ ഈ പറയുന്നേ? ഷാനു, നീ മിണ്ടരുത്. പിന്നെ മിണ്ടാതൊക്കെ ഞാൻ സൈനത്തെ കാണാന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? നീ എന്നെ എതിർത്ത് സംസാരിക്കാടാ? എതിർത്ത് സംസാരിച്ചല്ല, കാര്യം പറഞ്ഞത് തന്നെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എന്റെ സ്വന്തം വീട്ടിൽ പോകാൻ പാടില്ല, നല്ല ഡ്രസ് ഇടാൻ പാടില്ല. ഉമ്മ ശരിക്കും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. നിങ്ങൾ എന്റെ മരുമോളായിട്ടൊന്നും കാണണ്ട, മകളായിട്ടും കാണണ്ട, ഒരു മനുഷ്യ ജീവിയായിട്ട് കണ്ടൂടെ നിങ്ങൾക്ക് എന്നെ? ഇക്കടുത്തില്ലാത്ത എന്റെ സങ്കടത്തിൽ ജീവിക്കുന്ന പെണ്ണാണ് ഞാൻ. നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇത് എന്ത് ചെയ്താലും തൊട്ടാലും പിടിച്ചാലും ഒക്കെ ഇതിന് കുത്തുവാക്കും വഴക്കും കേട്ട് 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 പടുത്തയാകെ. സത്യം പറഞ്ഞ എത്ര തവണ ചത്താ മതി തോന്നിയിട്ടുണ്ട് എനിക്ക്. സൈനത്താ, നിങ്ങൾ കരയാതിരി. ഈ സാഹചര്യത്തിൽ കരയല്ല വേണ്ടത്, ബോൾഡായിട്ട് നിന്ന് സംസാരിക്കുക വേണ്ടത്. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാലേ അങ്ങനെ നിങ്ങൾ കാണുന്ന മറ്റേ അർത്ഥമല്ല അതിനുള്ളത്. മനസ്സിലായോ? പെങ്ങളായും അമ്മയായും ഭാര്യയും കാണാനുള്ള ബോധം എനിക്കുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് അറിയേണ്ടത്. കണ്ടോ, വെറും 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബണ്ണ് കഴിക്കാൻ കൊതിയായിട്ട് എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പറയാ.
ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല നിങ്ങൾ പറയുന്ന കണക്ക് അവിഹിതവും മണ്ണാങ്കട്ടയൊന്നും അല്ല. ആ പാവത്തിന്റെ ഗതികേടിനെയല്ലേ നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്? നിങ്ങൾ സ്ത്രീയാണോ? നിങ്ങൾക്ക് നാണമില്ലേ? ഭർത്താവില്ലാത്തൊരു വീട്ടിൽ ഒരു ഭാര്യ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ സ്നേഹം കൊടുക്കേണ്ട ഒരു അമ്മായിയമ്മ നിനക്ക് നിങ്ങളല്ലേ കൊടുക്കേണ്ടത്? മറുപടിയില്ലേ നിങ്ങൾക്ക്? ഒരു പട്ടിയുടെ വിലയെങ്കിലും ഈ പാവത്തിന്റെ വീട്ടിലുണ്ടോ? പറ നിങ്ങള്, മറുപടിയില്ലേ? ഒരു പട്ടിയെ കൂട്ടിലിട്ട് വളർത്തിയ പോലും ഇടക്കിടയ്ക്ക് തുറന്നു വിടും. അതിന്റെ പകുതിയെങ്കിലും സ്വാതന്ത്ര്യം ഈ പാവത്തിനുണ്ടോ ഇവിടെ? ഒന്ന് പറഞ്ഞ രണ്ടിന്റെ അവിഹിതം കണ്ടുപിടിക്കാൻ നടക്കുന്നവര്. ഞാൻ ഇവിടെ വന്നതല്ലേ പ്രശ്നമായത്? ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുക. ഒരാഴ്ച കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറാൻ നിൽക്കുമായിരുന്നു. അതുവരെയെങ്കിലും ഇവിടെ ഒന്ന് താമസിക്കാന്ന് കരുതി. വേണ്ട, ഇനി എന്റെ പേരിൽ ഈ പാവത്തിനെ നിങ്ങൾ കൊല്ല ചെയ്യണ്ട. ഞാൻ പോവുക. ഷാനു, നമ്മൾ കുടുംബക്കാരാ. ഇവളെ വന്നു കയറിയ പെണ്ണ. അപ്പൊ നീ വേണം എന്റെ കൂടെ നിൽക്കാൻ. കുടുംബക്കാരാണെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചിട്ട് മിണ്ടായിരിക്കണമെന്നോ? ഇനിയെങ്കിലും ഈ കരച്ചിലൊന്ന് നിർത്ത്. 10-25 വയസ്സായില്ലേ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. എന്തിനു ഇവരുടെ ആട്ടും തുപ്പും കെട്ടി ഇവിടെ നിൽക്കുന്നു? ഇവിടെ ചെയ്യുന്ന ജോലി വേറെ 10 വീട് ചെന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാനം മര്യാദക്ക് ജീവിക്കാൻ പറ്റും. മര്യാദക്ക് കാശുണ്ടാക്കി ജീവിക്കാം. അല്ലാതെ ഇതിനെ പോലുള്ള വായുതിരിക്കുന്ന കേട്ടിട്ടും നിങ്ങൾക്ക് തയ്യൽ അറിഞ്ഞൂടെ? അത് ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഒരിക്കലും അഭിമാനം പണയം വെച്ച് ജീവിക്കരുത്, ഒരു നിമിഷം പോലും. അവൻ കിടന്ന് തുള്ളുന്നത് കണ്ട് തുള്ളാതെ കയറി പോവാൻ നോക്കണി. ആ പോവാണ്. അകത്തേക്കല്ല, പുറത്തേക്ക്. എനിക്കും ജീവിക്കണം ഉമ്മ. നിങ്ങളെ മോന് എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൊണ്ടുവന്ന. എനിക്കിനി പറ്റൂല അവിടെ ഇവിടെ നിന്ന് നരകിച്ച് ജീവിക്കാനായിട്ട്. ഇനി അതല്ല നിങ്ങളെ മോനെ കൊണ്ട് എന്നെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാനാണ് പ്ലാനെങ്കിൽ എനിക്ക് അതിനും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്ര നാളെ ഞാൻ അടിമനെ പോലെ ജീവിച്ചില്ലേ. ഇനി എന്നെ അതിന് കിട്ടൂല. ധൈര്യം ഇല്ലാത്തോണ്ടാ ഇത്ര നാൾ ആട്ടും കൂർപ്പും കേട്ട് ഞാൻ അവിടെ നിന്നു. ആരുമില്ല, ഒറ്റയ്ക്കാണെന്നൊരു തോന്നല് വന്നാണ്ടല്ലോ, പിന്നെ എല്ലാത്തിനും ഒരു ധൈര്യം കിട്ടും. ഇപ്പൊ എനിക്കതുണ്ട്.